സ്ത്രീയെ ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, നാം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്നുള്ളതാണ്. നാം ഇന്ന് ആയിരിക്കുന്ന പോലെ തന്നെ തുടരുകയല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തം ഉള്ള ആളായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം എന്നുള്ളതാണ് നോമ്പിൽ ആദ്യം നമ്മെ പഠിപ്പിക്കുന്നത്. നിറമോ ഗുണമോ രുചിയോ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്ന് പറയുന്ന പച്ചവെള്ളം ഗുണവും നിറവും മേന്മയുമുള്ള വീഞ്ഞായി തീർന്നതുപോലെ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കരിക്കട്ടയാണെങ്കിലും കനക്കട്ടയായി മാറുന്ന ആ വലിയ ഒരു തീച്ചുളയുടെ അനുഭവമാണ് നോമ്പിലൂടെ നമുക്ക് സാധ്യമായി തീരേണ്ടത്. ഈ നോമ്പാകുന്ന തീച്ചുളയിലൂടെ സ്വർണത്തിലെ അഴുക്കെല്ലാം കളയുന്ന നിർമ്മല സ്വർണമായി തീരുന്ന അവസ്ഥ നമുക്കും സംജാതമാകുവാൻ ഈ നോമ്പിലൂടെ കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്യമുണ്ട്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുവിൻ. നോമ്പിൽ നമുക്ക് കൊടുക്കുന്നവരായി മാറാം. എത്രയൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുമോ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് അത് കൊടുക്കാനായിട്ട് ശീലിക്കാം. അത് സമ്പത്ത് മാത്രമല്ല, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, മറ്റുള്ളവരോട് സഹാനുഭൂതി തുടങ്ങിയ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് നമുക്ക് ആകർഷിക്കാം. ഒരുപക്ഷെ ഒരു പുഞ്ചിരി, ഒരു തലോടൽ അത് മതിയാകും. ഒന്ന് കേൾക്കുക, അവർ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക, അത് മതിയാകും പലരെയും സംതൃപ്തരാക്കാൻ. അവർക്ക് ദൈവത്തിലേക്ക് വഴി കാണിക്കുക, നമുക്ക് ഒരു ചൂണ്ടുവരയായി മാറുവാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ നേട്ടമാണ്. മദർ തെരേസ തൻ്റെ സ്വന്തം നാട് വിട്ട് ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടെയുള്ള ആർക്കും വേണ്ടാത്തവരെ അവർ എടുത്ത് വളർത്തി ദൈവത്തിൻ്റെ വലിയ കൃപ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൻ്റെ അപ്പോസ്തലത്വം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞതുപോലെ നമുക്ക് സാധിക്കാവുന്ന ഇത്തിരി വട്ടം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായി, ഈ നോമ്പിൽ നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒന്ന് സഹിഷ്ണുതയാണ്. നാം ക്ഷമിക്കാനായിട്ട് പരിശീലിക്കേണ്ട ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നാം പലപ്പോഴും ചൊല്ലിക്കേൾക്കാറുണ്ട്, കർത്താവ് താൻ അപ്പം കൈകളിലെടുത്തു വാഴ്ത്തി നുറുക്കി കൊടുത്തു എന്ന്. അപ്പോൾ കൊടുക്കുന്നേക്കാൾ മുൻപേ കർത്താവ് കൈകളിലെടുക്കണം. എടുത്താൽ മാത്രം പോരാ, കർത്താവ് വാഴ്ത്തണം. വാഴ്ത്തിക്കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജുണ്ട്, നുറുക്കലിൻ്റെ അവസ്ഥയാണ്. ആ നുറുക്കൽ വേദനജനകമാണ്. എങ്കിലും ആ വേദനജനകമായ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ അനേക കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മെ ദൈവം എടുത്തുപയോഗിക്കണമെങ്കിൽ നമ്മെ കൈകളിലെടുക്കണം. കർത്താവ് സ്വർഗ്ഗത്തിൽ നോക്കി നമ്മെ വാഴ്ത്തണം. കഴിഞ്ഞില്ല, നുറുക്കി അനേക കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ തക്കവണ്ണം നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഒരു കല്ലുകൊണ്ട് കൗതുകം പണിയുന്ന, കല്ലിൽ കൊത്തിയുണ്ടാക്കുന്ന, ശില്പമുണ്ടാക്കുന്ന ഒരു ശില്പി ഒരു സ്ഥലത്തോട് നടന്നു പോകുമ്പോൾ ഒരു കല്ലിനെ കണ്ടു. മനോഹരമായ കല്ല് കണ്ടപ്പോൾ ആ ശില്പി ആ കല്ലിനോട് പറഞ്ഞു, ലെറ്റ് മീ ബ്രിങ് ഔട്ട് ദ ഏഞ്ചൽ ഹിഡൻ ഇൻ യു. നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ മാലാഖയെ ഞാൻ പുറത്തെടുത്തോട്ടെ. കല്ല് പറഞ്ഞു, എന്നിൽ മാലാഖ ഉണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും അതിനെ പുറത്തെടുക്കണം. ശില്പി മുഴിഞ്ഞു, കല്ലിൽ നല്ലൊരു ശില്പമുണ്ട്, നല്ലൊരു മാലാഖയുണ്ട്. പക്ഷേ അതിനെ പുറത്തെടുക്കണമെങ്കിൽ അൺവാണ്ടഡ് പാർട്സ് കുറച്ച് കളയേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത കുറേ ഭാഗങ്ങൾ കളഞ്ഞാലേ ആ മാലാഖ തെളിഞ്ഞു വരൂ. കല്ല് പറഞ്ഞു, കുഴപ്പമില്ല, മാലാഖ ഉണ്ടാകുകയാണെങ്കിൽ അല്പം കല്ല് കൊത്തിക്കളഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ശില്പി ആരംഭിച്ചു. തൻ്റെ ചിസലും
ഹാമറും എടുത്ത് അദ്ദേഹം ആരംഭിക്കുകയാണ്. ഉളിയും ചുറ്റുകയും കൊണ്ട് 1-2 അടി കിട്ടിയപ്പോഴേക്കും കല്ല് പറഞ്ഞു, എനിക്ക് വയ്യ, നിങ്ങളുടെ ഈ വലിയ ശിക്ഷ അത് ഏറ്റുവാങ്ങാൻ എന്നുകൊണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കല്ലിനകത്തുള്ള മാലാഖ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ശില്പി തൻ്റെ ആയുധങ്ങൾ എടുത്തു വെച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അടുത്ത് കിടന്ന മറ്റൊരു കല്ല് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നകത്ത് മാലാഖ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാമോ? ശില്പി പറഞ്ഞു, ഈ കല്ലിൻ്റെ അനുഭവം നിങ്ങളും ഒരുപക്ഷെ അനുഭവിച്ചേക്കും. ഉളി കൊണ്ടും ചുറ്റുകൊണ്ടും മേടുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകാം. പക്ഷേ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കളഞ്ഞാലേ ആ മാലാഖ തെളിഞ്ഞു വരികയുള്ളൂ. ആ കല്ല് പറഞ്ഞു, സാരമില്ല, ഒരു നന്മയ്ക്ക് വേണ്ടി ഞാൻ അത് സഹിക്കാൻ തയ്യാറാണ്. എങ്കിൽ ഞാൻ പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു. പണി ആരംഭിച്ചു. 1 അല്ല 2 അല്ല അനേക തവണ കുത്തിയപ്പോഴും ആ കല്ല് വേദനയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വലിയ മഹത്വത്തിനു വേണ്ടി ആ വേദന സഹിച്ചുകൊണ്ട് ആ കല്ല് അവർ പ്രശോഭിക്കുകയാണ്. ആ കല്ലിനകത്തുള്ള മാലാഖ പുറത്തു വന്നപ്പോൾ അതിനെ കാണുവാൻ അനേകർ കൂടി വരികയാണ്. ഒരല്പം പൊങ്ങിയ ഒരു ഭാഗത്ത് അതിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ആളുകൾ കാണാൻ വന്നു കൂടുന്നു. കാണാനായിട്ട് അങ്ങോട്ട് കയറാൻ വേണ്ടി ഒരു കല്ല് കൊടുന്നിടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ കല്ലിനെ കൊടുന്നിടുകയാണ്. ആ കല്ല് ചവിട്ടിക്കൊണ്ട് ഈ ശില്പത്തെ കാണാൻ പോകുന്ന ആളുകൾ വിചാരിച്ചു, എന്തൊരു ഔന്നത്യം. പക്ഷേ ആ സ്റ്റെപ്പിംഗ് സ്റ്റോൺ കരയുകയാണ്. എനിക്കുമാകാമായിരുന്നു ആ ശില്പം, പക്ഷേ ഞാനത് ഗൗരവത്തോടെ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആ ശില്പത്തെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കും നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറെ വേദനകളും യാതനകളും സഹിച്ചുവെങ്കിലും അദ്ദേഹത്തിനുള്ള മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ഞാൻ ഫറവോനാകുന്നു, യോസേഫിൻ്റെ അനുവാദം കൂടാതെ ഈജിപ്തിൽ ആരും കയ്യോ കാലോ അനക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈജിപ്തിലെ ഭരണാധികാരി മേലാധികാരിയൊക്കെ ആയിട്ട് യോസേഫിനെ നിയമിക്കുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, കരയുന്ന ആ യോസേഫിനെ കരുതുന്ന ദൈവം ഉണ്ടായിരുന്നു. നാം ഈ നോമ്പ് കാലത്ത് മറ്റൊക്കെ നറിഷ്മെൻ്റ് കൊടുക്കുവാൻ തക്കവണ്ണം എൻഡ്യൂറൻസിന് തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ദൈവത്തെ സാക്ഷിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവത്തെ സാക്ഷിക്കുന്ന നൽസാക്ഷികളെ തീരുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. എവിടെ തുറങ്ങണം? നമ്മുടെ ഭവനത്തിലാണ് ആദ്യം വിറ്റ്നസ് ചെയ്യേണ്ടത്. ദൈവത്തെ സാക്ഷിക്കുന്നത് ആദ്യം യെരൂശലേമിലും പിന്നെ ശമര്യയിലും യഹൂദിയിലും ലോകത്തെല്ലായിടത്തും നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 1:8. അതുകൊണ്ട് നമുക്ക് ആ സാക്ഷ്യം നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കാം. ഈ വലിയ നോമ്പ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചു നിർത്തുന്നു. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.